ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു. കോളേജ് വിദ്യാർത്ഥി അറസ്റ്റിൽ. പാട്യാലയിലെ ഖൽസ കോളേജിലെ വിദ്യാർത്ഥിയായ ദേവേന്ദ്ര സിംഗ് ധില്ലാനാണ് അറസ്റ്റിലായിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയത് വഴി ഇയാൾ കൈപ്പറ്റിയിരിക്കുന്നത് വൻ തുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് വഴിയാണ് ഇയാൾ നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതും. ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാനമായ വിവരങ്ങളെക്കുറിച്ചും പാകിസ്ഥാന് പങ്കുവച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നതും. ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഒഴിഞ്ഞ് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടെ സംസ്ഥാനത്ത് നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ഇന്ത്യക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇവർ ഇന്ത്യക്കെതിരെ മറ്റൊരു കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ്. തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിലെ യുവാക്കളെ പണം നൽകി വിലയ്ക്ക് വാങ്ങി അവരുടെ പക്ഷത്തേക്ക് ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. യുവാവ് പങ്കുവച്ച വിവരങ്ങൾ വഴി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്കാണ് പാകിസ്ഥാനെ കൊണ്ടെത്തിക്കുന്നത്. നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ ഇവർ ഭീകരരെ ഇന്ത്യക്ക് കൈമാറിയില്ല എങ്കിൽ അടപടലം ഇല്ലാതാകുമെന്നത് സംശയമില്ല എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. ഇപ്പോൾ ഈ യുവാവ് തന്റെ ഫേസ്ബുക്കിലൂടെ പിസ്റ്റലുകളുടെയും തോക്കുകളുടെയും ചിത്രങ്ങൾ വിദ്യാർത്ഥി ഫേസ്ബുക്ക് വഴി പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാട്യാല കോളേജിലെ 1ാം വർഷ PG വിദ്യാർത്ഥിയാണ് യുവാവ്. ദേവേന്ദ്ര സിംഗിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പണം ഇടപാടിനെ കുറിച്ച് കണ്ടെത്തുന്നതിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം ഖദൻപൂർ വഴി പാകിസ്ഥാനിലേക്ക് പോയതായും പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരോട് ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥിക്ക് പാക് ഇന്റലിജൻസ് ഏജൻസി പണം നൽകിയിരുന്നു. പാട്യാല സൈനിക കണ്ടോൺമെന്റിന്റെ ചിത്രങ്ങളും പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു നൽകി. ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതേസമയം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സ്വദേശിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാൻ വിവരങ്ങൾ കൈമാറിയതിന് വലിയ തുകയാണ് യുവാവ് കൈപ്പറ്റിയതും. സഹോദരന്റെയും പ്രതി ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഡ്രൈവറുടെയും അക്കൗണ്ടിലേക്കാണ് പണം അയച്ചു നൽകിയതും. അതേസമയം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയറായ ഒരു യുവാവ് ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. ദിബേഞ്ച് ചന്ദ്ര എന്നയാളെയാണ് പോലീസ് പിടികൂടിയതും. ഇയാളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്നതും. BELനെ കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ബിറ്റ്കോയിനുകൾക്കായി പാക് ഏജന്റുമാർക്ക് ഇയാൾ കൈമാറിയതായാണ് വിവരങ്ങൾ പുറത്തു വന്നതും. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് ചന്ദ്ര. ബംഗളൂരുവിൽ താമസിച്ചു പോരുകയാണ് ഇയാൾ. സൈനിക ഇന്റലിജൻസും കർണാടക ഇന്റലിജൻസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടുന്നതും. റഡാർ സംവിധാനങ്ങൾ, ഓപ്പറേറ്റിംഗ് ഫെയർ വർക്കുകൾ, അതുപോലെ തന്നെ സുരക്ഷാ പ്രോട്ടോകോളുകൾ, ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, പ്രധാന ഇന്ററേഷനുകൾ എന്നിവയെക്കുറിച്ചെല്ലാം തന്നെ വിവരങ്ങൾ പ്രതി പങ്കിട്ടതായും അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ചന്ദ്ര തന്റെ ഇമെയിൽ, വാട്സാപ്പ്, ടെലഗ്രാം എന്നിവയിലൂടെ തന്നെ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നതും. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായാണ് വിവരം. ചന്ദ്രയെ സസ്പെൻഡ് ചെയ്തതായും അദ്ദേഹത്തിനെതിരായ അന്വേഷണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വസ്തുതാ അന്വേഷണ സമിതി രൂപീകരിച്ചതായും BEL വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഇതിന് സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു. രഹസ്യ വിവരങ്ങൾ ചോർത്തിയ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ഏജന്റിന് നൽകിയ ഫാക്ടറി ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.